നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10. അങ്ങനെ ഇന്ന് വലിയൊരു നേട്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് അവസാന മണിക്കൂറിൽ ശക്തമായ നഷ്ടത്തിലേക്ക് തിരികേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് അവസാന മണിക്കൂറിൽ ഇന്ത്യൻ മാർക്കറ്റിനെ നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും 23,184 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് മാർക്കറ്റിന് കരുത്താർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 23,425 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇന്ന് ഉച്ചതിരിഞ്ഞുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് 27 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടി 23,214 എന്ന ലെവലിലായിട്ട് നിഫ്റ്റിക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 64 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 94 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 883 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. എന്നാൽ അതേസമയം 2102 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ അണ്ടർ പെർഫോം ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. നെസ്ലെ ഇന്ത്യ, ആക്സിസ് ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ കോൾ ഇന്ത്യ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, ONGC, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് ഔട്ട് പെർഫോം ചെയ്യുവാനായപ്പോൾ മറ്റെല്ലാ മേഖലകൾക്കും തന്നെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എസ്പെഷ്യലി മീഡിയ, എനർജി, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നഷ്ടവും നേരിട്ടു. ബ്രെന്റ് ക്രൂഡിന്റെ വില 91 എന്ന ലെവലിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് ഓയിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 10%-അടുത്തും ONGCയുടെ സ്റ്റോക്ക് പ്രൈസിൽ 3%-ന്റെയും ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. കൂടാതെ ഗോൾഡിന്റെ വിലയിൽ ഉണ്ടായ ഇടിവിനെ തുടർന്ന് കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ ജ്വല്ലറി സ്റ്റോക്കുകളിൽ ഇന്ന് ഇടിവും പ്രകടമായിരുന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അവസാന മണിക്കൂറിൽ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു, ഇന്നലെ രാത്രിയോടുകൂടി യുഎസിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഹോർമൂസിൽ വെച്ച് ഇറാൻ തകർത്തതിനെ തുടർന്ന് യുഎസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ആക്രമണം ഇറാന് നേരിടേണ്ടതായിട്ട് വന്നു. ഇതിന്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ യുഎസിന്റെ സഖ്യകക്ഷികളുടെ മുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്നലെയും ഇന്നുമായിട്ട് പല GCC രാഷ്ട്രങ്ങൾക്കും ഇറാന്റെ ഭാഗത്ത് നിന്നുമുള്ള ആക്രമണം നേരിടേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് വീണ്ടും തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ ക്യൂസ് വളരെ വീക്കായിട്ട് തന്നെ മാറി. അതായത് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.25% അഥവാ 371 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. കൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ആകെ ഇന്തോനേഷ്യൻ മാർക്കറ്റിന് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ ക്യൂസ് ശക്തമായി വീക്കായി മാറിയതിനാലും RBIയുടെ ഭാഗത്ത് നിന്നും ഇന്നലെ പുതിയ നടപടികൾ വന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയും ചെയ്തെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ 4,566 കോടി രൂപയ്ക്ക് മുകളിലുള്ള സെല്ലിങ്ങും കൂടാതെ ഇന്ന് നിഫ്റ്റി 23,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനടി തന്നെ ശക്തമായ സെല്ലിംഗ് പ്രഷറും ടെക്നിക്കലി അനുഭവപ്പെട്ടതും ഇന്നലെ 8%-ലേറെ ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് നേരിയതാണെങ്കിലും ഉയർച്ച രേഖപ്പെടുത്തിയതും കൂടാതെ ഇന്ന് മാർക്കറ്റിൽ അനുഭവപ്പെട്ട ഹ്യൂജ് വോൾട്ടാലിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. എസ്പെഷ്യലി ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം, ഓപ്ഷൻ പ്രീമിയംസ് ഒക്കെ ഇന്ന് ഇറാഷണൽ ആയിട്ട് ഈവൻ വിക്സ് അതിശക്തമായി ഉയർന്നില്ലെങ്കിൽ കൂടിയിട്ടും പ്രീമിയത്തില് ഹൈ വോൾട്ടാലിറ്റി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ അവസാന മണിക്കൂറിലേക്ക് ശക്തമായി പ്രോഫിറ്റ് ബുക്കിംഗിലേക്കും തള്ളിവിട്ടത്. കാരണം ഇന്ന് രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള സിറ്റുവേഷനാണ് നിലനിൽക്കുന്നതും. ഇനി നമുക്ക് ഗ്ലോബൽ
ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 1% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്തോനേഷ്യൻ മാർക്കറ്റിന് ഇന്ന് 2.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ തായ്വാൻ മാർക്കറ്റിന് 3.25%, കൊറിയൻ മാർക്കറ്റിന് 4.25% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. അഥവാ ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ട് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $91.53 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $88.09 ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇന്ന് വീണ്ടും ഗോൾഡിന്റെ വിലയിൽ ശക്തമായ ഇടിവ് തുടർന്നും അനുഭവപ്പെട്ടു. നിലവിൽ 2.37% അഥവാ $100.93 ഇടിവോടുകൂടി $4160.88 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പ്രകാശ് പൈപ്സ് 1.3 കോടി രൂപ നിക്ഷേപിച്ച് ബിക്സ് സോളാർ 3 പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 26% വരുന്ന ഓഹരികൾ സ്വന്തമാക്കി. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ഇന്തോനേഷ്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ട് അസെൻട്ര സോളുസി ഡിജിറ്റലുമായിട്ട് കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ബജാജ് ഫൈനാൻസ് ശ്രീ രാജീവ് ബജാജ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം ഒഴിയുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 26 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏത് എനർജി പുതിയ മൂലധനം സമാഹരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ജൂൺ 12 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ഒഡീഷയിലെ റസുൽഗഡിൽ കമ്പനി പുതിയ റീറ്റെയിൽ സ്റ്റോർ തുറന്നു. സീഗൽ ഇന്ത്യ NHAIയിൽ നിന്ന് 603 കോടി രൂപ വില മതിക്കുന്ന പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.